എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എഗ്ഗ് പപ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മളെല്ലാവരും ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കാറുള്ള എഗ്ഗ് പപ്സ് ഓവനൊന്നും ഇല്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഓവൻ ഇല്ലാത്തവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു പപ്സ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. പപ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് മൈദ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഏത് വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ആദ്യം ഇതിലേക്ക് എല്ലാ വശവും നനയുന്ന രീതിയിൽ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുഴയ്ക്കുന്ന സമയത്ത് കയ്യിൽ വല്ലാതെ അങ്ങ് ഒട്ടിപ്പിടിക്കില്ല. ഇനി ഈ ഒരു മാവ് ചപ്പാത്തിയുടെ മാവിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പാകം മനസ്സിലാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തി എടുക്കണം. ഈ ഒരു പാത്രത്തിൽ തന്നെ കുഴച്ചെടുത്താൽ മതി. ഏകദേശം ഒരു 3 മിനിറ്റോളം അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 1 മണിക്കൂറോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 4 സബോള നീളത്തിൽ കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ ഒരു സബോള ലൈറ്റായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഒരു പാകത്തിലെത്തിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഇതോടൊപ്പം തന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം നന്നായിട്ട് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഏകദേശം ഒരു 2 മിനിറ്റോളം ഇളക്കി കൊടുത്താൽ മതി. അതിന് ശേഷം ഇതിലേക്കൊരു വലിയ തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർക്കാം. തക്കാളിയും കൂടി ചേർത്തിട്ട് 2 മിനിറ്റ് നേരത്തേക്കും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലെ മസാലയൊക്കെ ഒന്ന് ചേർന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്കൊന്ന് മൂടി വയ്ക്കാം. ആ ഒരു സമയത്തേക്ക് തക്കാളി ഒന്ന് വെന്ത് സോഫ്റ്റായിട്ട് വരും. ഇപ്പോൾ ഇത് ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. തക്കാളിയൊക്കെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. പപ്സിൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട പുഴുങ്ങിയതും കൂടി ആവശ്യമുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് പപ്സിൻ്റെ ഷീറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ക്ലീൻ ആക്കിയിട്ടുള്ള ഈ ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പപ്സിൻ്റെ ഷീറ്റ് റെഡിയാക്കാനായിട്ട് പോകുന്നത്. കൗണ്ടർ ടോപ്പിൽ നന്നായിട്ട് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ടിത് പരന്ന് കിട്ടും. മാക്സിമം കനം കുറച്ചിട്ട് തന്നെ പരത്തിയെടുക്കുക. ഇതിന് മുകളിലായിട്ട് സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മൈദപ്പൊടി വിതറി കൊടുക്കാം. പപ്സിൻ്റെ ലെയർ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ പൊടി എല്ലായിടത്തും വിതറി കൊടുക്കണം. ഇനി ഒരു വശത്തുനിന്ന് നടുഭാഗത്തേക്കായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കാം. മറ്റേ സൈഡ് ഇതുപോലെ തന്നെ മടക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സൺഫ്ലവർ ഓയിൽ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൈദപ്പൊടി വിതറി കൊടുക്കണം. ഈ 2 സൈഡും ഇതിൽ കാണുന്ന പോലെ മടക്കിയെടുക്കുക. ഈ ഒരു വശത്ത് നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം.
ഓയിലിന് പകരമായിട്ട് വേണമെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ബട്ടറൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ കാണുന്ന പോലെ ഒന്നുകൂടി മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓയിലാക്കി കൊടുക്കാം. പിന്നെ മൈദപ്പൊടി വിതറി കൊടുക്കാം. വീണ്ടും ഇതിൽ കാണുന്ന പോലെ രണ്ട് വശത്തുനിന്നും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി ഒന്നുകൂടി പരത്തിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നമ്മുടെ പപ്സ് ഷീറ്റ് നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുകയായിരിക്കും നല്ലത്. അധികം പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ പതുക്കൊന്ന് പരത്തിയെടുത്താൽ മതി. ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പപ്സ് ആണെങ്കിൽ നമുക്കിതുകൊണ്ട് ഒരു 8 പപ്സ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ അത്യാവശ്യം വലിയ പപ്സിന് വേണ്ടിയിട്ട് ഒരു 6 ഷീറ്റാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. ഒരു പ്ലേറ്റ് അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ട് അതിലേക്കാണ് നമ്മൾ ഈ ഒരു പപ്സ് വെച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അടിയിലൊരു ബേസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പപ്സ് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു മുട്ട നന്നായിട്ട് അടിച്ചിട്ട് അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് പപ്സിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. പപ്സിൻ്റെ ഉൾവശം നന്നായിട്ട് വെന്തിരിക്കണം. അതുപോലെ പുറമൊന്ന് ക്രിസ്പി ആയിട്ടിരിക്കും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി പപ്സ് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ നിറം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് മറുവശത്തേക്ക് തിരിച്ചു വെച്ച് കൊടുക്കാം. എല്ലാ വശത്തും ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ പപ്സും നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു പപ്സും നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്